സോ ഹായ് ഗൈസ്, ഞാനൊരു അവയർനെസ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് എൻ്റെ മോൺസോ കാർട്ട്. ഓക്കെ, ഇതിന് ഒരു ഉപയോഗമില്ല. ദിസ് ഇസ് ബൈ ഷാറ്റ്. ഒടിക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ ഒടിക്കാൻ ശ്രമിച്ചു. ഓക്കെ, കഴിഞ്ഞു. സംഭവം എന്ന് പറഞ്ഞാൽ അത് സ്കാംഡ്. ഓക്കെ, ഒരു 2 days ബാക്ക് എനിക്കൊരു കോൾ വന്നു. ലബാറ ഇവിടുത്തെ ഒരു സിമ്മാണ്, നമ്മുടെ നാട്ടിലെ എയർടെൽ വോഡഫോൺ പോലെ ഇവിടുത്തെ സിമ്മാണ് ലബാറ. ലബാറക്കാരെന്ന് എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ആകെ വിളിക്കുന്നത് അവരാണ്. ഇങ്ങനെ ഈ എന്താണ് ഈ സിമ്മിൻ്റെ ഡിസ്കൗണ്ടഡ് ഓഫേഴ്സും റീചാർജിൻ്റെ ഓഫേഴ്സൊക്കെ പറയാനായിട്ട് അവരാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഇതുപോലെ അവരെന്നെ വിളിച്ചു. ഞാൻ അവരുടെ കോൾ എടുത്തിട്ട് അവരിതുപോലെ ഒരു ഡിസ്കൗണ്ടഡ് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലായില്ല. ഞാൻ ഓക്കെ പറഞ്ഞു വിട്ടു. എന്നിട്ട് എൻ്റെ അടുത്ത് ഓക്കെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു. കറക്റ്റ് അല്ലേ? എൻ്റെ ഇങ്ങോട്ടാണ് ചോദിച്ചത്. നിധി സന്തോഷ് അല്ലേ, ഇന്ന അഡ്രസ്സ് അല്ലേ, ഇതല്ലേ നമ്പർ, കാർഡിൻ്റെ സ്റ്റാർട്ടിങ് ഇതല്ലേ, കാർഡിൻ്റെ എൻഡിങ് ഇതല്ലേ, എല്ലാം എൻ്റെ ഇങ്ങോട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഓക്കെ ലെജിറ്റ് ആയിരിക്കുന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് ഇവർ ചോദിച്ചു എൻ്റെ കാർഡിൻ്റെ ബാക്കിലെ മറ്റേ CVC കോഡില്ലേ, അതെന്താ പറയുന്നത്, CVC അത് പറഞ്ഞു തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തോ എൻ്റെ ഒരു ഉള്ളെന്നുള്ള ഒരു ഭയത്തിന് ഞാൻ പറഞ്ഞു ഇല്ല, എനിക്കത് പറഞ്ഞു തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എന്താണ് അങ്ങനെ, എനിക്ക് മനസ്സിലാവും ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, മനസ്സിലാവും. നമ്മളെ ഒരു ഇതിലും എന്താണ് ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരല്ല. എൻ്റെ പേര് ഇതാണ്, എൻ്റെ ID ഇതാണ്, എൻ്റെ ID നമ്പർ, എംപ്ലോയിയർ ID ഇതാണ്, എനിക്ക് എന്നെ എപ്പോൾ വേണമെങ്കിലും വിളിച്ച് സ്യൂ ചെയ്യാൻ ഒരു ഇതും പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കുറേ പറഞ്ഞു, ചെക്കനെ സംസാരിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല, എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവൻ്റെ കോള് വേറൊരു പെണ്ണെ എടുത്തു. ആ പെണ്ണ് വിളിച്ചിട്ട് അവിടുത്തെ സെയിൽസിൻ്റെ ആരോ ആണ്, അസോസിയേറ്റ് ആണ്, തേങ്ങയാണെന്നൊക്കെ എൻ്റെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇത് നിധി ഇങ്ങനെ ചെയ്താലേ നമുക്ക് ആപ്ലിക്കേഷൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, ഡിസ്കൗണ്ടഡ് ഓഫർ ആണ് അങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, എനിക്ക് ഡിസ്കൗണ്ടഡ് ഓഫർ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പെട്ടെന്ന് ഓക്കെ എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊരു ഓട്ടോ ഡെബിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ അക്കൗണ്ടിൽ. എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു 5 പൗണ്ട് എടുത്തു. ഞാനൊന്നും ചെയ്തിട്ടില്ല, ഇതൊന്നും ഇങ്ങനെ കാശ് പോടെ. എന്നിട്ട് അവൾ വീണ്ടും എന്നെ വിളിച്ചു. അപ്പോൾ വേറെ ഇതൊരു സാറേന്ന് പറഞ്ഞിട്ട് ഫേക്ക് വേറാണ്. അവൾ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇവിടുത്തെ മാനേജറാണ് വിളിക്കുന്നത്, നിധി ഇപ്പോൾ കോപ്പറേറ്റ് ചെയ്തില്ല, എനിക്ക് ഇത് നടക്കത്തില്ല, നിധിയുടെ അക്കൗണ്ടിൽ നിന്ന് ഇപ്പോൾ കാശ് പോയില്ലേന്ന് ചോദിച്ചു. ഞാൻ പോയി. അത് പറഞ്ഞു അത് നമ്മൾ ക്യാൻസലേഷൻ ഇത്രയും നേരം നമ്മുടെ ഇവർ എന്നോട് 1/2 മണിക്കൂറായിട്ട് സംസാരിക്കണം, ബ്രെയിൻ വാഷ് ചെയ്യണം. പറഞ്ഞു 1/2 മണിക്കൂർ ഇത്രയും നേരം ആപ്ലിക്കേഷൻ സ്റ്റാർട്ടാക്കി വെച്ചിട്ട്, കാരണം ഇത്രയും സ്റ്റാർട്ടാക്കി എൻ്റെ കാർഡിൻ്റെ CVC കോഡും കൂടെ വേണമായിരുന്നു. അപ്പോൾ സ്റ്റാർട്ടാക്കി വെച്ചിട്ട് ഇത്രയും നേരം നമ്മൾ ഇതാക്കിയോണ്ടാണ് നമ്മൾ ക്യാൻസലേഷൻ ചാർജ് എടുത്തത്. അപ്പോൾ നിധി ഇപ്പോൾ കോപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ നിധിയുടെ ഇനി 90 പൗണ്ട്സ് ക്യാൻസലേഷൻ ആയിട്ട് എടുക്കുന്നു. എൻ്റെ മനസ്സിലാവല്ല ഇവരെങ്ങനെ എൻ്റെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാണ്ട് ഇവരിങ്ങനെ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് കാശ് എടുത്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് ഒറിജിനൽ ലബാറക്കാരാണ്, കാരണം എനിക്ക് മെയിൽ വരുന്നുണ്ട്. മെയിൽ ലൈക്ക് ലബാറയിൽ നിന്നുള്ള ഒറിജിനൽ മെയിൽസ് എല്ലാം എനിക്ക് വരുന്നുണ്ട്. എൻ്റെ അക്കൗണ്ട് അതിൽ പാസ്വേഡ് ലൈക്ക് അപ്ഡേറ്റ് ചെയ്തു, എൻ്റെ പ്ലാൻ ചേഞ്ച് ആയി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അക്കൗണ്ടിലും കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഇവർ പറഞ്ഞു എന്താണ് ഇപ്പോൾ കോപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ നടന്നില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നതാണ് ശരിക്കും ലെജിറ്റ് ആയിട്ടുള്ളവരായിരിക്കും എന്ന് വിചാരിച്ചു. ഞാൻ എന്ത് ചെയ്തു, ഈ പൊട്ട തലമുള്ള ഞാൻ അങ്ങ് പറഞ്ഞങ്ങ് കൊടുത്തിട്ട് അപ്പോൾ അവർ ചിരിച്ചിട്ട് പറഞ്ഞു താങ്ക് യു നിധി, നിധിയുടെ പുതിയ അപ്ഡേറ്റഡ് ഇമെയിൽ ID പാസ്വേഡ് നാളെ വരും. എന്നിട്ട് നമ്മളൊരു ഗീവ് അവേ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, നമുക്ക് ആപ്പിൾ വാച്ച് ഉണ്ട്, നിധിയുടെ പേര് ഞാൻ അതിൽ ചേർക്കുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെ നിധിക്ക് എന്ത് രീതിയിൽ സ്കാം ആണെന്ന് തോന്നുകയാണെങ്കിൽ നിധി ഇന്ന ID വിളിച്ചിട്ട് നമ്മളെ കോൺടാക്ട് സപ്പോർട്ടിനെ വിളിച്ച് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ ഫ്രോഡൊക്കെ ആണെങ്കിൽ അപ്പം തന്നെ കാശ് എൻ്റെ കാശില്ലായിരുന്നു, അത് വേറെ കാര്യം. 50 പൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് എന്നിട്ട് ഇങ്ങോട്ട് ചോദിച്ചു കേട്ടോ, എന്നിട്ട് ഇങ്ങോട്ട് ചോദിച്ചു നിധിയുടെ അക്കൗണ്ടിൽ 50 പൗണ്ട് ഉണ്ടല്ലോ അല്ലേ. ഞാൻ പറഞ്ഞു ഉണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞു. 50 പൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. 50 പൗണ്ടേ ഉള്ളൂ. 50 പൗണ്ട് ഉണ്ട്, ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തോന്ന് പറഞ്ഞു. എന്നിട്ട് കോൾ വെച്ചിട്ട് എനിക്ക് എന്തോ ഒരു വണ്ടിയോട് അടിച്ചിട്ട് ഞാൻ താഴെ പോയിട്ട് എൻ്റെ വീട്ടുകാരടുത്ത് പറഞ്ഞിട്ട് അവർ പറഞ്ഞു എന്തുവാണ് അങ്ങനെയൊന്നും ആരും ചോദിക്കത്തില്ല. അപ്പോൾ ഞാൻ അവർക്ക് മെയിലൊക്കെ കാണിച്ചു പറഞ്ഞു. അപ്പോൾ ഇത് കുഴപ്പമില്ലായിരിക്കും, പക്ഷേ ഇനി ചോദിച്ചാർക്കും കൊടുക്കണം എന്ന്. എന്തായാലും ഒരു കാര്യം ചെയ്യും, അവരുടെ കസ്റ്റമർ സപ്പോർട്ടിനെ വിളിച്ചൊന്ന് സംസാരിച്ച് നോക്കാൻ പറഞ്ഞു. ഞാനിവിടെ വന്നിട്ട് ഞാൻ ഫസ്റ്റ് ഈ വിളിച്ചവരെ ഞാൻ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു സോറി കേട്ടോ, ഞാൻ ഫേക്ക് ആണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യം പറയാതിരുന്നേ, സോറി കേട്ടോ എന്ന് ഞാൻ അവരുടെ അടുത്ത് ഞാൻ അവരെ വിളിച്ചിട്ട് സോറി പറഞ്ഞു. അപ്പോൾ അതൊന്നും ഒരു കുഴപ്പമില്ല, അവർ കോൾ എടുത്തോട്ടാ, ഒരു കുഴപ്പമില്ല നിധി, നമുക്ക് എല്ലാം ഓക്കെയാണ്, നിധിയുടെ സിറ്റുവേഷൻ എല്ലാം നമുക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പറഞ്ഞു. എന്നാൽ ഞാൻ സപ്പോർട്ടിൻ്റെ അടുത്ത് ഞാൻ ചാറ്റ് ചെയ്തു പറഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു നമ്പരേ അവർക്കില്ല, ഇങ്ങനെ ആരും അവരെ വിളിക്കത്തുമില്ല. അപ്പോൾ മനസ്സിലായി, ഞാൻ ഊമ്പിയെന്ന് മനസ്സിലായി. ഞാനെന്ത് ചെയ്തു, അപ്പോൾ അങ്ങനെ എടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യും, കാർഡ് ബ്ലോക്ക് ചെയ്ത് വേറെ ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞൂടാ, കാരണം പിന്നെ പോയി ഇനീഷ്യലി ഞാൻ അക്കൗണ്ട് ഫ്രീസ് ആക്കണോ എന്ത് ചെയ്യണം, എന്തായാലും ഞാൻ കാർഡ് പോയി ഫ്രീസ് ആക്കി. അക്കൗണ്ട് ഡീറ്റെയിൽസ് അല്ലേ കൊടുത്തത്, ATM കാർഡിൻ്റെ ഡീറ്റെയിൽസ് അല്ലേ കൊടുത്തത്. ഞാൻ കാർഡ് പോയി ഫ്രീസ് ആക്കി. എന്നിട്ട് ഞാൻ അവരുടെ പറഞ്ഞു, പക്ഷേ എൻ്റെ അക്കൗണ്ടിൽ ഇങ്ങനെ 5 പൗണ്ട് പിടിക്കുകയും ചെയ്തു, എനിക്ക് മെയിലൊക്കെ വരികയും ചെയ്തു. അപ്പോഴാണ് പറഞ്ഞത് എൻ്റെ ലബാറയിൽ അക്കൗണ്ട് വേറെ ആരോ ആക്സസ് ഉണ്ടായിരുന്നു, അവർ മന്ത്ലി പ്ലാൻ ചേഞ്ച് ചെയ്തതാണ്. ലൈക്ക് ഞാൻ ചേഞ്ച് ചെയ്തതുപോലെ അവർ എൻ്റെ അക്കൗണ്ടിൽ കയറി ചേഞ്ച് ചെയ്തതാണ്. അങ്ങനെയാണ് ലബാറയിൽ നിന്ന് മെയിൽ വന്നത്. അതെല്ലാം ലെജിറ്റാണ്, എൻ്റെ പ്ലാൻ ചേഞ്ച് ചെയ്യുന്നത് എല്ലാം ലെജിറ്റാണ് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യം പിടികിട്ടിയത്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, അവൻ്റെ അടുത്ത് പറഞ്ഞു ആ പ്ലാൻ ക്യാൻസൽ ആക്കിയിട്ട് എനിക്ക് റീഫണ്ട് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അക്കൗണ്ടിൽ നിന്ന് പിടിച്ച 5 പൗണ്ട് അവർ റീഫണ്ട് റിക്വസ്റ്റ് ഇട്ടിട്ട് എനിക്ക് തിരിച്ചു വന്നു. എന്നിട്ട് ഞാൻ എൻ്റെ ഈ അക്കൗണ്ട് പോയിട്ട് ഞാൻ ബാങ്കുകാരുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ എന്നെ ഫ്രോഡ് വിളിച്ചു, സ്കാം ചെയ്തു, അങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് റീഫണ്ട് വേണമെന്ന് പറഞ്ഞു. ഞാൻ അവരുടെ നിന്നും റീഫണ്ട് മേടിച്ചു. ഓക്കെ, എന്നിട്ട് അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ ഇവിടെ സർവ്വസാരം നടക്കണമെങ്കിൽ ഇനി ആർക്ക് ഷെയർ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. ഒരു റീപ്ലേസ്മെൻറ്റ് കാർഡ് തരാം, അവർ അക്കൗണ്ട് ലൈക്ക് അവർ കാർഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ യെസ് ഗൈസ്, എൻ്റെ ന്യൂ കാർഡ് വന്നിരിക്കുന്നു. എൻ്റെ ന്യൂ കാർഡ് കിട്ടി. സോ ഇനിയെങ്കിലും ആരും ഇതുപോലെ പൊട്ടത്തരത്തിൽ പോയി ചാടരുത്. ഞാൻ ഒരു വട്ടം ചാടി, ഇത് പിന്നെ 2ാമത്തെ വട്ടം. കുറേ വട്ടം ഞാൻ ചാടിയിട്ടുള്ളതാണ്. ഇത് ഞാൻ ഒരിക്കലും പഠിക്കത്തില്ലെന്നാണ് തോന്നുന്നത്. അത് നിങ്ങളെ കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ശരി,